അടിമാലി ടൗണിൽ രാത്രികാലത്ത് വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവാകുന്നുവെന്ന് പരാതി. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിനോദസഞ്ചാരികളടക്കം എത്തി രാത്രികാലത്തും അടിമാലി ടൗൺ സജീവമായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് പലപ്പോഴും വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയും ഉണ്ടാകുന്നത്. രാത്രികാല പരിശോധനയടക്കം ശക്തമാക്കി ടൗണിൽ പോലീസിന്റെ സാന്നിധ്യം കൂടുതൽ സജീവമാക്കണമെന്നാണ് ആവശ്യം. മൂന്നാറിന്റെ പ്രവേശന കവാടമായ അടിമാലി ടൗൺ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാത്രികാലത്തും സജീവമാണ്. വിനോദസഞ്ചാരികളും സ്ത്രീകളുമടക്കം രാത്രികാലത്തും അടിമാലി ടൗണിൽ വന്നുപോകുന്നു. എന്നാൽ രാത്രിയിൽ ടൗണിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവാകുന്നുവെന്നാണ് പരാതി. നമുക്ക് യാത്ര ചെയ്ത് പോകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ച് അവർ കൂട്ടം കൂടി ഇവിടെ ആക്രമിക്കുന്ന ഒരു പ്രത്യേക തര സ്വഭാവ സവിശേഷതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് പറയാനുള്ളത് വളരെ ശക്തമായ രീതിയിൽ പോലീസിൻ്റെ നൈറ്റ് പട്രോളിംഗ് ആവശ്യമാണ്. ഒരു 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും സ്വൈര്യവിഹാരം നടത്തുന്ന ഈ ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന വരുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാവണം. പോലീസിന്റെ ശക്തമായ പട്രോളിംഗ് എല്ലാ ദിവസവും വേണം. അതിന് ഇവിടെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾ അടക്കമെത്തി രാത്രികാലത്തും അടിമാലി ടൗൺ സജീവമായിരിക്കുന്ന സാഹചര്യമുണ്ട്. അടിമാലിയുടെ സമീപ മേഖലകളിലേക്കുള്ള അയൽ സംസ്ഥാന തൊഴിലാളികളടക്കം രാത്രി വണ്ടിക്ക് ടൗണിലെത്തി നേരം പുലരും വരെ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞുകൂടുന്ന സ്ഥിതിയുണ്ട്. സ്ത്രീകളും കുട്ടികളുമടക്കം ദീർഘദൂര ബസ്സുകൾക്കകത്ത് രാത്രികാലത്ത് അടിമാലി ടൗണിൽ എത്താറുണ്ട്. രാത്രികാലത്ത് വിനോദസഞ്ചാരികളുമായി ഉണ്ടാകുന്ന തർക്കങ്ങളും പലപ്പോഴും കയ്യാങ്കളിയിൽ കലാശിക്കുന്ന സാഹചര്യങ്ങൾ അടിമാലി ടൗണിൽ വർദ്ധിക്കുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്തടക്കം മദ്യപരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സാന്നിധ്യം വർദ്ധിക്കുന്ന സ്ഥിതിയുമുണ്ട്. രാത്രിയിലും സജീവമായിരിക്കുന്ന ടൗൺ എന്ന നിലയിൽ രാത്രികാല പരിശോധനയടക്കം ശക്തമാക്കി ടൗണിൽ പോലീസിന്റെ സാന്നിധ്യം കൂടുതൽ സജീവമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.